PRD പരസ്യത്തിൻ്റെ വകുപ്പ് നൽകിയ പരസ്യങ്ങൾ ജനങ്ങളുടെ നികുതി പണം ഉപയോഗിച്ച് നൽകിയ പരസ്യങ്ങളാണ്. ആ പരസ്യങ്ങൾ സർക്കാരിൻ്റെയും CPM പാർട്ടിയുടെയും സങ്കുചിതമായ രാഷ്ട്രീയ താൽപ്പര്യങ്ങൾക്ക് വേണ്ടി തികച്ചും ജനാധിപത്യ വിരുദ്ധമായും തെരഞ്ഞെടുപ്പിലെ പരാജയം മുന്നിൽ കണ്ട് അതിനെ മറികടക്കാനുള്ള ഒരു കുൽസിത ശ്രമത്തിൻ്റെ ഫലമായിട്ടുമാണ് ഇങ്ങനെ കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഒരിക്കലുമില്ലാത്ത തെറ്റായ രൂപത്തിലുള്ള പരസ്യങ്ങൾ നൽകിയത്. സാധാരണഗതിയിൽ സർക്കാരിൻ്റെ വികസന പ്രവർത്തനങ്ങൾ ഉയർത്തിക്കാട്ടുന്ന പരസ്യങ്ങൾക്ക് PRD പണം ചെലവഴിക്കാറുണ്ട്. എന്നാൽ ഇത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ AKG സെൻറ്ററിൽ നിന്ന് തയ്യാറാക്കി പ്രത്യേകമായ രാഷ്ട്രീയ ദുഷ്ടലാക്കോടെയാണ് ഈ പരസ്യങ്ങൾ നൽകിയിട്ടുള്ളത്. 10 വർഷം മുൻപുണ്ടായ ചില പത്രവാർത്തകൾ എന്ന പേരിൽ ഏകപക്ഷീയമായിട്ടും ദേശാഭിമാനിയിലും പാർട്ടി പത്രങ്ങളിലും വന്ന വാർത്തകൾ എല്ലാ പത്രങ്ങളിലും നൽകി രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടിയാണ് പരിശ്രമിച്ചിട്ടുള്ളത്. ഇത് തികഞ്ഞ തെറ്റാണ്. സത്യസന്ധമായ വാർത്തകൾ കൊടുക്കാൻ സർക്കാരിനെയും PRDയെയും ഞങ്ങൾ വെല്ലുവിളിക്കുകയാണ്. കേരളത്തിലെ ആരോഗ്യ മേഖലയുടെയും വിദ്യാഭ്യാസ മേഖലയുടെയും തകർച്ച സംബന്ധിച്ച വാർത്തകൾ പത്രമാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്ന വാർത്തകളുണ്ട്. ഹർഷീനയും ഉഷയും വയറ്റിൽ കത്രികയുമായി വർഷങ്ങൾ കഴിഞ്ഞ കേരളത്തിലെ സ്ത്രീകളാണ്. അവരുടെ കഥ വാർത്താ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്നിട്ടുണ്ട്. അവരുടെ വയറ്റിൽ നിന്നെടുത്ത കത്രികയുടെ ഫോട്ടോ, എക്സ്റേ, അതിൻ്റെ ചിത്രം പ്രദർശിപ്പിക്കാൻ PRD തയ്യാറുണ്ടോ എന്നറിയാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ഇത് PRD ഉദ്യോഗസ്ഥന്മാർ ഇത്തരത്തിലുള്ള കള്ളക്കളികൾ അവസാനിപ്പിക്കണം. രാഷ്ട്രീയ നേതാക്കന്മാരുടെ ചട്ടുകമായി പ്രവർത്തിക്കേണ്ടവരല്ല PRD ഉദ്യോഗസ്ഥന്മാർ. നിയമാനുസൃതമായിട്ട് പ്രവർത്തിക്കാൻ PRDക്ക് ബാധ്യതയുണ്ട്. ഇത്തരം രാഷ്ട്രീയ പ്രവർത്തനങ്ങളെ UDFും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും രാഷ്ട്രീയമായും നിയമപരമായും നേരിടുക തന്നെ ചെയ്യും. ഇത് അവസാനിപ്പിക്കാൻ സർക്കാർ ബാധ്യസ്ഥരാണ്. തെരഞ്ഞെടുപ്പിലെ പരാജയം, പാർലമെന്റ് തദ്ദേശ തെരഞ്ഞെടുപ്പുകളിലുണ്ടായ ആവർത്തിച്ച പരാജയം, ദയനീയമായ പരാജയം, CPM പാർട്ടിക്കകത്തുണ്ടായ ആഭ്യന്തര കലാപങ്ങൾ, അതിനെല്ലാം മറികടക്കുന്നതിന് വേണ്ടിയാണ് നികുതി പണം ഉപയോഗിച്ച ഈ കുൽസിതമായ പരസ്യങ്ങളിലൂടെ സർക്കാർ പ്രതിപക്ഷത്തെ ആക്ഷേപിക്കാൻ വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ജനാധിപത്യ മര്യാദയുടെ ലംഘനമാണ്. ഇത് ഓരോ കേരളീയന്റെയും നികുതി പണം ഉപയോഗിച്ചുകൊണ്ടാണ് ഈ രാഷ്ട്രീയ ലക്ഷ്യം മുൻനിർത്തിക്കൊണ്ടുള്ള ഈ കപട നാടകം കളിക്കുന്നത്. അതിനെ ഞങ്ങൾ ചെറുക്കും. ജനങ്ങളിത് മനസ്സിലാക്കി പ്രതികരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഈ പൈസ മാർക്സിസ്റ്റ് പാർട്ടിയുടെ പണമല്ല, AKG സെന്ററിലേക്കല്ല ഇതിന്റെ വൗച്ചർ അയക്കുന്നത്. ബില്ല് പേ ചെയ്യുന്ന AKG സെന്ററിൽ നിന്നല്ല, കേരളത്തിലെ ജനങ്ങളുടെ നികുതി പണം ഉപയോഗിച്ചുകൊണ്ടുള്ള ഈ രാഷ്ട്രീയ കസർത്ത് ജനങ്ങൾ തന്നെ മനസ്സിലാക്കി തിരുത്തിക്കാൻ സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തും എന്ന് ഞങ്ങൾ പൂർണ്ണമായിട്ടും വിശ്വസിക്കുകയാണ്. ഈ രാഷ്ട്രീയ നാടകം ജനങ്ങൾ മനസ്സിലാക്കി ഇതിനെ തള്ളിക്കളയുക തന്നെ ചെയ്യും. അക്കാര്യത്തിൽ കോൺഗ്രസ് പാർട്ടിക്ക് ഉറച്ച വിശ്വാസമാണുള്ളത്. കോടതിയെ സമീപിക്കുന്നുണ്ടോ? നിയമപരമായ കാര്യങ്ങൾ പരിശോധിക്കും. ഞങ്ങൾ നിയമസഭയിൽ PRD എത്ര പൈസ ചെലവാക്കി, പരസ്യത്തിന് എത്ര പൈസ ചെലവാക്കി എന്ന് ഞങ്ങൾ ചോദിച്ചു. പല നിയമസഭാ സമ്മേളനങ്ങളിലും ആവർത്തിച്ച് ചോദിച്ചിട്ട് ആ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ കഴിയാത്ത, നിയമസഭയിൽ പ്രതിപക്ഷ അംഗങ്ങൾ ചോദിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ സാധിക്കാത്ത ഗവൺമെന്റാണ് ഈ കോടികൾ ചെലവഴിച്ച് തങ്ങളുടെ വികൃതമായ മുഖം മിനുക്കാൻ വേണ്ടി വിഫല ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനെ ഞങ്ങൾ നിയമപരമായും രാഷ്ട്രീയമായും ചെറുത്ത് തോൽപ്പിക്കുക തന്നെ ചെയ്യും. ഉറപ്പല്ലേ, രാഷ്ട്രീയ ഭരണ നേട്ടങ്ങളില്ല. ശബരിമലയിൽ സ്വർണം കട്ട കേസിൽ ആരാണ് ജയിലിൽ കഴിഞ്ഞത്? ഏതൊക്കെ മാർക്സിസ്റ്റ് നേതാക്കന്മാർക്കാണ് ജാമ്യം കിട്ടാൻ സർക്കാർ ഒത്താശ ചെയ്തത്? അതിനെ സംബന്ധിച്ച് വാർത്തകളില്ലേ? ആ വാർത്തകൾ നൽകാൻ, ആ വാർത്തകൾ കൊടുക്കാൻ, പരസ്യമായിട്ട് ആ വാർത്തകൾ കൊടുക്കാൻ ഞങ്ങൾ വെല്ലുവിളിക്കുകയാണ് സർക്കാരിനെ.
പ്രസിഡന്റ്, ആ പരസ്യത്തിൽ പറയുന്ന കാര്യങ്ങൾ മുഴുവൻ കളവാണെന്നാണോ പറയുന്നത്? അതായത് അടിസ്ഥാനരഹിതമാണ് കളവാണ്. കളവാണ്. പ്രസിഡന്റ്, 2012 സെപ്റ്റംബർ 27 വന്ന എല്ലാ പത്രങ്ങളിലെയും വിഷ്വൽ മീഡിയയിലെയും പ്രധാനപ്പെട്ട വാർത്തകൾ ഒന്നാണ് പാലിന്റെ വിലവർദ്ധനവും പവർ ക്രൈസിസ്. അതിനുശേഷം വൈദ്യുതി ചാർജ് വർദ്ധിപ്പിക്കുകയും വൈദ്യുതിയുടെ എഗ്രിമെന്റ് UDF ഗവൺമെന്റ് ഉണ്ടാക്കിയ കരാറിനേക്കാൾ അതിന്റെ 3 ഇരട്ടി പൈസയ്ക്ക് വൈദ്യുതി കമ്പനികളുമായിട്ട് കരാറിൽ ഏർപ്പെട്ടുകൊണ്ട് ജനങ്ങളുടെ മേൽ അധിക ഭാരം ഏൽപ്പിച്ച ഗവൺമെന്റാണ്. വൈദ്യുതി ബോർഡിനുണ്ടായിരുന്ന ബാധ്യതകൾ അതിന്റെ എത്രയോ ഇരട്ടിയായി. എത്രയാണ് വൈദ്യുതി ബോർഡിന്റെ ബാധ്യത കേരളത്തിൽ? കടബാധ്യത. അത് വിശദീകരിക്കാൻ തയ്യാറാവുമോ? ആരോഗ്യരംഗത്തെ കുറിച്ച് കേരളത്തിലെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ പ്രൊഫസർ, ഇടതുപക്ഷ അനുഭാവി നടത്തിയ പരസ്യ പ്രസ്താവന, അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്, അത് പരസ്യമായി പത്രങ്ങളിൽ കൊടുക്കുമോ? ഞങ്ങൾ വെല്ലുവിളിക്കുകയാണ്. അയ്യപ്പ സംഗമത്തിന്റെ പേരിൽ നടത്തിയ പകൽക്കൊള്ള, വെട്ടിപ്പ്, തട്ടിപ്പ്, അത് സംബന്ധിച്ച വാർത്തകൾ പരസ്യമായിട്ട് ഗവൺമെന്റ് ആവർത്തിച്ചു കൊടുക്കുമോ? ഞങ്ങൾ വെല്ലുവിളിക്കുകയാണ്. ഈ ഭരിക്കുന്ന സർക്കാരിന്റെ അഡ്വാൻറ്റേജ്, ഇപ്പൊ കഴിഞ്ഞ ഉമ്മൻചാണ്ടി സർക്കാരായിരുന്നാലും PRD പരസ്യം നൽകുക. ഇത് നിങ്ങളുടെ ചോദ്യം മനസ്സിലായി. ഇതൊരിക്കലും കഴിഞ്ഞ 10 വർഷത്തെ തെറ്റായ വാർത്തകളെ പർവ്വതീകരിച്ചുകൊണ്ടും തങ്ങൾക്കെതിരെ വന്നുകൊണ്ടിരിക്കുന്ന സത്യസന്ധമായ അഴിമതി ആക്ഷേപങ്ങൾ, സ്വജന പക്ഷപാതം, പാർട്ടിക്കകത്തെ ആഭ്യന്തര കുഴപ്പങ്ങൾ, ശബരിമല കൊള്ള, അയ്യപ്പ സംഗമത്തിന്റെ മറവിൽ നടത്തിയിട്ടുള്ള വെട്ടിപ്പ്, നേതാക്കന്മാർ ജയിലിൽ കിടക്കുമ്പോൾ അവർക്കെതിരെ പാർട്ടി എന്നൊരു അക്ഷരമിണ്ടാത്തത്, ഇതൊക്കെ വാർത്തകളല്ലേ? അതൊക്കെ മറച്ചുവെച്ച് മൂടിവെച്ച് രാഷ്ട്രീയ ദുരുദ്ദേശത്തോടെയാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരിക്കലുമില്ല. നിങ്ങള് കേരള രാഷ്ട്രീയത്തിൽ സർക്കാരിന്റെ പണം ചെലവഴിച്ച ഇത്തരത്തിൽ ഏകപക്ഷീയമായ വാർത്തകൾ കൊടുത്ത ചരിത്രമില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ വെല്ലുവിളിക്കുന്നത്. ശബരിമല കൊള്ള വാർത്തയാക്കാൻ സാധിക്കുമോ? അയ്യപ്പ സംഗമത്തിന്റെ മറവിൽ നിന്ന് തട്ടിപ്പ് വാർത്തയാക്കാൻ സാധിക്കുമോ? മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ വന്ന ആക്ഷേപങ്ങൾ വാർത്തയാക്കാൻ സാധിക്കുമോ? പരസ്യമാക്കാൻ സാധിക്കുമോ? കരിമണൽ കമ്പനിയിൽ നിന്ന് പൈസ വാങ്ങിയത് വാർത്തയാക്കാൻ സാധിക്കുമോ? പരസ്യമാക്കാൻ സാധിക്കുമോ? ഇത് ഏകപക്ഷീയമാണ്. ഇത് പരാജയ ഭീതിയിൽ നിന്ന് ഉടലെടുത്ത ഒരു കുബുദ്ധിയാണ്. മാർക്സിസ്റ്റ് പാർട്ടിയുടെ പൈസ, ഒരു സെക്കൻഡ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ പണം കൊടുത്ത് ഇങ്ങനെ എന്ത് പരസ്യം ചെയ്താലും ഞങ്ങൾക്ക് ഭയമില്ല. ഞങ്ങൾ കോൺഗ്രസിന്റെ പണം കൊണ്ടും പ്രവർത്തകരെ കൊണ്ടും ജനവിശ്വാസത്തിൽ ഉറച്ചു നിന്നും ഞങ്ങളതിനെ മറികടക്കും. പക്ഷെ ഇത് സർക്കാരിന്റെ, ജനങ്ങളുടെ നികുതി പണമാണ്. ഇത്തരത്തിൽ കേരളത്തിലെ രാഷ്ട്രീയ ചരിത്രത്തിലില്ലാത്ത ഏകപക്ഷീയമായ നടപടികൾ കളവ് പ്രചരിപ്പിക്കുന്നു. സത്യമല്ല, കളവ് പ്രചരിപ്പിച്ച് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ പരിശ്രമിക്കുന്നു. അതിനാണ് ഞങ്ങളുടെ പ്രതിഷേധം. ഒരു പരസ്യം, അതായത് പരസ്യം എന്നാണല്ലോ പറയുന്നത്, ആ വാർത്തയിൽ, 1-ാം പേജിൽ കൊടുത്ത വാർത്തയിൽ നിങ്ങൾ വിയോജിക്കുന്ന വസ്തുതാവിരുദ്ധമായ ഏതൊക്കെ കാര്യങ്ങൾ? എല്ലാ കാര്യങ്ങളും അടിസ്ഥാനരഹിതമായിട്ടുള്ള കാര്യങ്ങൾ, അതിനൊക്കെ ഞങ്ങൾ മറുപടി പറഞ്ഞിട്ടുണ്ട്. ഇത് ഏകപക്ഷീയമാണ്. പ്രസിഡന്റ് ഒരു ചോദ്യം ചോദിച്ചല്ലോ, ഹർഷിനയുടെയും എക്സ്റേ സർക്കാർ പൈസ ഉപയോഗിച്ചിട്ട് 1-ാം പേജിലൊന്ന് കൊടുക്കട്ടെ, ഒരു ജാക്കറ്റായിട്ട്. ഈ ഗവൺമെന്റിന്റെ വലിയ നേട്ടങ്ങളാണല്ലോ ഉള്ളിൽ കൊടുത്തത്. KPC പ്രസിഡന്റ് ചോദിച്ചല്ലോ, ഉഷയുടെയും ഹർഷിനുടെയും എക്സ്റേ 1-ാം പേജിൽ ഒരു ജാക്കറ്റായിട്ട് വലിയ പരസ്യമായിട്ട് PRD ഒന്ന് കൊടുക്കട്ടെ. സർക്കാരുകൾക്കെതിരെ വന്ന പത്രവാർത്തയാണ് കൊടുക്കുകയാണെങ്കിൽ പത്രം എത്ര അച്ചടിച്ചാലും തീരാത്ത അത്രയും വാർത്തകൾ ഈ ഗവൺമെന്റുകൾക്കെതിരെ വരുന്നില്ലേ? ഹൈക്കോടതിയുടെ പരാമർശങ്ങൾ ഈ ഗവൺമെന്റിനെതിരെ വന്ന എത്രയോ വിഷയങ്ങളില്ല. പ്രസിഡന്റ് പറഞ്ഞ അങ്ങയുടെ ചോദ്യത്തിന്റെ ഉത്തരം AKG സെന്ററിൽ പണമെടുത്ത് ചെയ്തോട്ടെ. പൊതുഖജനാവിലത്തെ പൈസ എടുത്തിട്ടല്ല ഈ പറയുന്ന പൊളിറ്റിക്കൽ കമ്പാരിസന് വേണ്ടി ജനങ്ങളുടെ നികുതി പണം ഉപയോഗിക്കാൻ പാടില്ല. സർക്കാരിന്റെ പ്രചരണങ്ങൾ തള്ളി മറിക്കുന്നുണ്ടല്ലോ. ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് ബോർഡ് എന്ന് പറഞ്ഞ കിഫ്ബിയെ പോലും ഒരു PRD ഏജൻസിയെ പോലെയാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ പണം കോടിക്കണക്കിന് രൂപ 9.5% വരെ പലിശക്കെടുക്കും എന്ന് പറഞ്ഞ പൈസ എടുത്തിട്ട് പരസ്യം കൊടുത്തുകൊണ്ടിരിക്കുക. അതിന്റെ ഇടയിലാണ് ഈ പൊളിറ്റിക്കൽ പരസ്യത്തിന് ജനങ്ങളുടെ നികുതി പണം ഉപയോഗിക്കുന്നത്. അത് PRDയുടെ ഡ്യൂട്ടി അല്ല. ഉത്തരം പറയിക്കും. പിന്നെ എന്താണ് കള്ളത്തരം എന്ന് ചോദിച്ചു. നിയമസഭയിൽ ഞങ്ങൾക്ക് കിട്ടിയ ഉത്തരം 18 മാസത്തെ പെൻഷൻ കേരളത്തിൽ UDF ഗവൺമെന്റിന്റെ കാലത്ത് മുടങ്ങിയിട്ടില്ല എന്നുള്ളത്
കേരളത്തിലെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതൊരു കള്ളപ്രചരണമായിരുന്നു. ആവർത്തിച്ച് പറയുന്ന ഒരു കള്ളം സത്യമാക്കാൻ നടത്തിയ ശ്രമങ്ങളുടെ ഭാഗം നിയമസഭയിലെ ഉത്തരം കൃത്യമായി ശ്രീ തോമസ് ഐസക് പറഞ്ഞ ഉത്തരത്തിന്റെ കോപ്പി ഇവിടെ സമർപ്പിക്കാം. 18 മാസം പെൻഷൻ മുടങ്ങിയിട്ടില്ല, എന്നിട്ട് അത് ഇതിനകത്തൊരു കള്ളത്തര പ്രചരണമായിട്ട് നടത്തുകയല്ലേ. വൈദ്യുതി ചാർജ് കുറച്ച സർക്കാരുകളിൽപ്പെട്ട ഒരു സർക്കാരാണ് ഉമ്മൻചാണ്ടി സർക്കാർ. അതിന്റെ അവസ്ഥ ഇപ്രാവശ്യം എന്താ? അന്ന് അതൊക്കെ ഒഴിവാക്കാൻ ഞങ്ങളെടുത്ത കരാറിനെ അട്ടിമറിച്ചിട്ടുണ്ടാക്കിയ കരാർ 3 ഇരട്ടി തുക. ഇപ്പൊ കേരളത്തിന്റെ വൈദ്യുതി ബോർഡിന്റെ അവസ്ഥ എന്താ? ഗവൺമെന്റ് ഒന്ന് പറയട്ടെ. വാട്ടർ അതോറിറ്റി, വെള്ളക്കരം, പാലിന്റെ ചാർജ് ചോദിച്ചല്ലോ, എത്ര തവണ ഈ ഗവൺമെന്റ് കാലത്ത് കൂട്ടി? നിങ്ങളൊക്കെ കുറെ രംഗത്ത് നിൽക്കുന്നല്ലേ. PRD എന്ന് പറയുന്നത് എന്താ? പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെന്റ് ആ ഗവൺമെന്റിന്റെ കാര്യങ്ങൾ ഏത് രീതിയിൽ കൊടുക്കട്ടെ, ഗവൺമെന്റ് ചെയ്ത കാര്യങ്ങളെ കുറിച്ച്. പക്ഷെ ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ ഇതുപോലെ PRD ഗവൺമെന്റ് കാര്യങ്ങൾക്കപ്പുറത്ത് പഴയ ഗവൺമെന്റിന് എതിരായി വന്ന പത്രവാർത്തകൾ എടുത്തു കൊടുത്ത ഏതെങ്കിലും ഒരു ഗവൺമെന്റ് LDF ആവട്ടെ മുമ്പുണ്ടായിട്ടുണ്ടോ? ഇല്ല. ഇത് അധികാരം പോകുന്ന വെപ്രാളത്തിൽ എന്തും ചെയ്യാം എന്നുള്ളതാണ് ഇപ്പോ ഗവൺമെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഗവൺമെന്റ് എല്ലാം വഴിവിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് UDF കൊടുക്കാൻ പറ്റില്ല. അങ്ങനെ കൊടുക്കുന്നത് സോളാറും ഈ പറഞ്ഞ ബാർക്കോഴയ്ക്ക് കൊടുക്കേണ്ടി വരുന്നു. LDF കഴിഞ്ഞ 10 വർഷം ഭരിച്ചിട്ട് വ്യക്തമായ വികസന നേട്ടങ്ങൾ അവർ എണ്ണി പറഞ്ഞിരിക്കുകയാണ്. UDF ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് സോളാർ കൊടുക്കാൻ പറ്റുള്ളൂ. അതിലൊക്കെ കോൺഫിഡൻസ് ഉണ്ടായിരുന്നെങ്കിൽ ഈ PRD യെ വെച്ചിട്ട് ഈ രാഷ്ട്രീയ പിന്നെ അല്പത്തരം കാണിക്കേണ്ട ഗതികേട് സർക്കാരിനുണ്ടാവില്ല. ഞാൻ പറയുന്നത്, എത്ര കൈയും കാലിട്ടടിച്ചാലും എത്ര വെപ്രാളം കാണിച്ചാലും ജനങ്ങളുടെ നികുതി പണം എത്ര ആറ്റിലൊഴുക്കിയാലും ഈ സർക്കാർ തിരിച്ചു വരില്ല. പക്ഷെ അതിന് ജനങ്ങളുടെ മേല് ഈ ഭാരം കെട്ടിവെക്കരുത്. ജനങ്ങളുടെ നികുതി പണം ഞാൻ PRD ഉദ്യോഗസ്ഥരോടും പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ടല്ലോ, ഈ പരസ്യത്തിന്റെ പൈസയും PRD ഉദ്യോഗസ്ഥരുടെ ശമ്പളവും രണ്ടും AKG സെന്ററിൽ നിന്നല്ല എന്ന് അവർ ഓർത്താൽ നന്നായിരിക്കും. ശരി. പ്രസിഡന്റ്, PK ശശിയുടെ ജനാധിപത്യ